എല്ലാവർക്കും നമസ്കാരം. നമുക്ക് എല്ലാവർക്കും അറിയാം, മഴക്കാലം ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഉത്സവ കാലഘട്ടം അവസാനിച്ചു എന്നാണ്. മലബാറിലൊക്കെ തന്നെ തെയ്യ കാലഘട്ടമാണ് പ്രധാന ഉത്സവമായിട്ട് കണക്കാക്കുന്നത്. തുലാപ്പത്തിന് ആരംഭിച്ച് ഇടവം പത്തോടുകൂടി അവസാനിക്കുന്നു. കളരിവാതിക്കൽ ഭഗവതിയുടെ തിരുമുടി ഉയർന്നു കഴിഞ്ഞാൽ പിന്നീട് തെയ്യം സമാപിക്കുകയാണ് മലബാറിൽ. അതിനുശേഷം ആരംഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഉത്സവമുണ്ട്. മഴക്കാലത്ത് പ്രകൃതിയോട് അലിഞ്ഞു ചേർന്ന് നിൽക്കുന്ന ഒരു ഉത്സവം. അതാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവം. കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ മഹാക്ഷേത്രത്തിന്റെ വിശേഷങ്ങളാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. എല്ലാ വിശേഷങ്ങളൊന്നുമല്ല, ഈ വർഷത്തെ വൈശാഖ മഹോത്സവത്തിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം. രണ്ട് പ്രധാന ക്ഷേത്രങ്ങൾ അടങ്ങിയാണ് കൊട്ടിയൂർ ക്ഷേത്രം എന്ന് പറയുന്നത്. ഒന്ന് അക്കര കൊട്ടിയൂരും മറ്റൊന്ന് ഇക്കര കൊട്ടിയൂരും. ഇക്കര കൊട്ടിയൂർ മറ്റേത് ക്ഷേത്രങ്ങളെ പോലെ അവിടെ നിത്യപൂജയും മറ്റു കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. എന്നാൽ അക്കര കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് മാത്രം ഭക്തർക്ക് സന്ദർശിക്കുകയും ആരാധന നടത്തുകയും ചെയ്യാൻ പറ്റുന്ന ക്ഷേത്രമാണ്. സ്ത്രീകൾക്ക് ഒരു പ്രത്യേക കാലയളവിൽ മാത്രമേ ഈ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ആനയും സ്ത്രീകളും ഒരേ സമയത്ത് ക്ഷേത്രത്തിൽ പ്രവേശിക്കുകയും ഒരേ സമയത്ത് ഇറങ്ങുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സവിശേഷത കൂടി ഈ ക്ഷേത്രത്തിനുണ്ട്. കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം, അതുപോലെ കൊട്ടിയൂർ മണിത്തറ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നുണ്ടെങ്കിലും കൂടി യഥാർത്ഥ പേര് തൃച്ചരുമണ്ണ മഹാദേവ ക്ഷേത്രം എന്നാണ്. പിന്നെ ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന പല കാര്യങ്ങളും ഉണ്ടാവും. ആ ഒരു അമ്പലം പൊളിച്ചു കളയുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് കാണാം. ഇതെന്താണ് ഏതാണ് എന്നൊക്കെ അറിയാൻ ചിലപ്പം ചിലർക്കൊക്കെ ഒരു ആകാംക്ഷ ഉണ്ടാവും. അത് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോയിൽ തന്നെ പറയാം. അപ്പോൾ ഈ വർഷത്തെ വൈശാഖ മഹോത്സവത്തിന്റെ ദിവസങ്ങളെക്കുറിച്ചും പ്രധാന ആരാധനകൾ നടത്തുന്ന ദിവസങ്ങളെക്കുറിച്ചുള്ള ഒരു ചെറിയ നോട്ടീസ് ഉണ്ട്. അത് ഈ വീഡിയോയുടെ അവസാന ഭാഗം ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. അത് കാണുക. പിന്നെ യാത്രകളിലൊക്കെ തന്നെ മഴക്കാലത്താണ് ഈ യാത്രകളൊക്കെ ഉണ്ടാവുക എന്നുള്ളത് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സുരക്ഷിതമായിട്ടുള്ള റൂട്ട് മാത്രം തിരഞ്ഞെടുക്കുക. ചുരങ്ങൾ വഴിയുള്ള യാത്രകളൊക്കെ ഒഴിവാക്കുക. അതുപോലെ പോകുന്ന വഴിയിലൊക്കെ ഒരുപാട് ജലാശയങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ കുളിക്കാനുള്ള ഒരു പ്രവണതയൊക്കെ എല്ലാവർക്കും തോന്നിയാൽ അതൊക്കെ തന്നെ ഒഴിവാക്കേണ്ടതാണ്. കാരണം വലിയ പ്രളയ സാധ്യത ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യുക. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.